ഹലോ എവരിവൺ, വെൽക്കം ടു ബോട്ടണി ബണ്ണി. നമ്മൾ ഈ വീഡിയോനകത്ത് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേരള PSCയുടെ ഹെൽത്ത് സർവീസസിൽ വരുന്ന എക്സാമായ ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസർ ഗ്രേഡ് 2 എന്ന് പറയുന്ന എക്സാമിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു സിലബസ് വൈസ് ക്ലാസ് ആണ്. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഹിസ്റ്ററി ഓഫ് TB കൺട്രോൾ പ്രോഗ്രാം ആണ്. 5 മാർക്കാണ് ഈ ഒരു ടോപ്പിക്കിൻ്റെ വെയിറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കുറേ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു, എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്ന സോഴ്സും മെറ്റീരിയലും എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസറിൻ്റെ സിലബസ് എന്ന് പറയുന്നത് കുറച്ച് ചെറുതാണ്. എന്നിരുന്നാൽ കൂടെ ഇതിൻ്റെ നോട്ട്സും മെറ്റീരിയലൊക്കെ കണ്ടുപിടിക്കുക, അതിനെയൊക്കെ കമ്പൈൻ ചെയ്യുക എന്നുള്ളതൊരു ചെറിയ ടാസ്ക് അല്ല. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് NCERT ബേസ്ഡ് ആയിട്ടുള്ള ചില ടോപ്പിക്സും അതുകൂടാതെ പല യൂണിവേഴ്സിറ്റീസിൻ്റെയും സുവോളജി ടെക്സ്റ്റ് ബുക്കുകളും യൂസ് ചെയ്യുന്നുണ്ട്. ഇതല്ലാതെ നമ്മൾ റെഫർ ചെയ്യുന്നത് സെൻട്രൽ TB ഡിവിഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന PDFകളും വെബ്സൈറ്റുകളൊക്കെയാണ്. കൂടാതെ ചില റിസർച്ച് പേപ്പേഴ്സും നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാത്തിൻ്റെയും ഒരു കമ്പൈൻഡ് ഫോമാണ് നിങ്ങൾ കാണുന്ന ഓരോ ക്ലാസ്സും എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഊഹിക്കാം എത്രയധികം എഫേർട്ട് ഇട്ടിട്ടാണ് ഓരോ ക്ലാസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പം തീർച്ചയായും നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ PDF-നും അതുപോലെ നിങ്ങൾക്ക് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസിനൊക്കെ ആയിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ മതി. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതുവരെ ചെയ്തിട്ടുള്ള ക്ലാസ്സുകളൊക്കെ പ്ലേലിസ്റ്റിലാക്കി തന്നെ കൊടുത്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്കും കൂടെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ അതൊന്ന് ചെക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ആദ്യം തന്നെ വേൾഡ് ട്യൂബർക്ലോസിസ് ഡേ ഏതാണ് എന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുന്നത് നല്ലതായിരിക്കും. 24 മാർച്ചാണ് വേൾഡ് ട്യൂബർക്ലോസിസ് ഡേ ആയിട്ട് പറയപ്പെടുന്നത്. ഇനി ഇതിന് പുറകെ ഒരു ഹിസ്റ്ററി ഒക്കെ ഉണ്ട്. മാർച്ച് 24, 1882 ഡോക്ടർ റോബർട്ട് കൊച്ച് മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസ് എന്ന് പറയുന്ന ബാക്ടീരിയനെ ഡിസ്കവർ ചെയ്യുന്നത്. ആ ബാക്ടീരിയയാണ് ട്യൂബർക്ലോസിസ് കോസ് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ടാവും. സോ റോബർട്ട് കൊച്ചാണ് മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസിനെ ഡിസ്കവർ ചെയ്തത്. അത് ഡിസ്കവർ ചെയ്ത ഡേറ്റ് ആണ് മാർച്ച് 24, 1882. അതുകൊണ്ടാണ് നമ്മൾ വേൾഡ് ട്യൂബർക്ലോസിസ് ഡേ ആയിട്ട് മാർച്ച് 24 ആചരിക്കുന്നത്. നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് ഒരു ഹിസ്റ്ററി ക്ലാസ് ആണ്. അതുകൊണ്ട് ആരും ബോറടിച്ചിരിക്കരുത്. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ നമുക്കത് പഠിക്കാം. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് ഏർലി ഹിസ്റ്ററി ഓഫ് TB കൺട്രോൾ ആണ്. ഏർലി 20th സെഞ്ച്വറിയിലാണ് TB അഥവാ ട്യൂബർക്ലോസിസ് എന്ന് പറയുന്നത് മൈക്രോബയോളജിക്കലായിട്ട് ഡയഗ്നോസ് ഒക്കെ ചെയ്യുന്നത്. ആ സമയത്ത് ഒരു തരത്തിലുള്ള TB ഡ്രഗും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ജോൺസ് ഫ്രിംഡറ്റ് മോളർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് മെഡിക്കൽ സൂപ്രണ്ടായിട്ടാണ് മടാനപ്പള്ളിയിൽ അദ്ദേഹം 1940 വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹമാണ് BCG വാക്സിനേഷൻ 1948 കൊണ്ടുവരുന്നത്. സോ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അതിനുശേഷം BCG പ്രൊഡക്ഷൻ യൂണിറ്റ് തന്നെ കൊണ്ടുവന്നു. അത് കൊണ്ടുവന്നത് ചെന്നൈയിലാണ്. BCG എന്ന് പറയുന്നത് മൈക്കോബാക്ടീരിയം കോസ് ചെയ്യുന്ന ട്യൂബർക്ലോസിസ് ഇൻഫെക്ഷനെ പ്രിവെൻറ്റ് ചെയ്യുന്നതായിട്ട് ബിലീവ് ചെയ്തു പോന്നുകൊണ്ടിരുന്നു. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് അഥവാ ICMR അതുപോലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും കണ്ടക്ട് ചെയ്ത ഒരു സർവേ ഉണ്ടായിരുന്നു. വൈഡായിട്ട് ഒരു സർവേ അവർ കണ്ടക്ട് ചെയ്തു. അതുവഴിയായിട്ടാണ് നമ്മൾ TB എന്ന് പറയുന്നത് വളരെയധികം അൺകൺട്രോൾഡ് ആയിട്ട് മാറുന്നുണ്ട് എന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചത്. 1951 BCGയുടെ ഒരു ക്യാമ്പയിൻ മാസ്സായിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ 1949 മുതൽ 52 വരെയുള്ള ഒരു കാലഘട്ടത്തിലാണ് പാരാ അമിനോ സാലിസൈക്ലിക് ആസിഡ്, സ്ട്രെപ്റ്റോമൈസിൻ, ഐസോനിയാസിഡിനെയൊക്കെ ഇന്ത്യയിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. തുടർന്നാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു TB കീമോതെറാപ്പി സെൻറ്റർ ചെന്നൈയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തത് 1956 അതിനുശേഷമാണ് 1961 ഡിസ്ട്രിക്റ്റ് ആയിട്ട് ഒരു TB ഡയഗ്നോസിസും അതുപോലെ ട്രീറ്റ്മെൻറ്റ് പ്രോഗ്രാമും ഒക്കെ ഡിസൈൻ ചെയ്യുന്നത്. അത് ഡിസൈൻ ചെയ്തത് NTCPയുടെ സഹായത്തോടു കൂടിയാണ്. എന്താണ് NTCP? നാഷണൽ ടുബാക്കോ കൺട്രോൾ പ്രോഗ്രാമിനെയാണ് NTCP എന്ന് ഷോർട്ടാക്കി പറയുന്നത്. അത് ലോഞ്ച് ചെയ്തത് 1962. ഇനി ഇൻഡിപെൻഡൻസിന് ശേഷം, അതായത് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഹെൽത്ത് മിനിസ്ട്രീനെയൊക്കെ ഒന്ന് റീഡിസൈൻ ചെയ്ത് ഒരു പബ്ലിക് ഹെൽത്ത് കമ്മീഷണർ എന്ന് പറയുന്ന പോസ്റ്റൊക്കെ അവർ ഇല്ലാതാക്കി. അതുകൂടാതെ ഡയറക്ടേഴ്സ് ഓഫ് പബ്ലിക് ഹെൽത്ത് ഇൻ മോസ്റ്റ് സ്റ്റേറ്റ്സ് ഇവരൊക്കെ അവിടെ ഇല്ലാതാക്കുകയാണ് ചെയ്തത്. തുടർന്ന് പബ്ലിക് ഹെൽത്ത് ഫംഗ്ഷൻസിനെയൊക്കെ അസൈൻ ചെയ്ത് കൊടുത്തത് ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസസ് അഥവാ DHSനെയാണ്. അതുവഴിയായിട്ടാണ് ഡിസീസ് കൺട്രോൾ അഥവാ നമ്മുടെ NTCP ഒക്കെ തന്നെയും നമ്മുടെ DHSന്റെ അണ്ടറിലാണ് പിന്നീട് വരുന്നത്. എന്താണ് DHS? ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസസ്. ഇതിൻ്റെ കീഴിലാണ് തുടർന്നുള്ള പരിപാടികളൊക്കെ നടക്കുന്നത്. ഹിസ്റ്ററി ഓഫ് ട്യൂബർക്ലോസിസ് കൺട്രോൾ ഇൻ ഇന്ത്യ
അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ടി ബി പ്രോബ്ലത്തിനെ ഫസ്റ്റ് റെക്കഗ്നൈസ് ചെയ്തത് ഓൾ ഇന്ത്യ സാനിറ്ററി കോൺഫറൻസ് വിച്ച് വാസ് ഹെൽഡ് ഇൻ മദ്രാസിൽ നടന്ന ഓൾ ഇന്ത്യ സാനിറ്ററി കോൺഫറൻസ് വഴിയായിട്ടാണ് ടി ബി ഒരു പ്രോബ്ലം ആയിട്ട് തന്നെ ഇന്ത്യയിൽ റെക്കഗ്നൈസ് ചെയ്യുന്നത്. അത് നടത്തിയത് 1912 ഇനി ടി ബിയുടെ ആ ഒരു പിക്ചർ നമുക്ക് ക്ലിയർ ആവുന്നത് ട്യൂബർകുലിൻ ടെസ്റ്റിംഗ് വഴിയായിട്ടാണ്. എന്താണ് ഈ ട്യൂബർകുലിൻ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്? നമ്മുടെ ടി ബി ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ട്യൂബർകുലിൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു സ്മോൾ എമൗണ്ട് ഓഫ് ഫ്ലൂയിഡ് ആണ്. ആ ഫ്ലൂയിഡിനെയാണ് ട്യൂബർകുലിൻ എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. അത് നമ്മുടെ സ്കിന്നിലോട്ട് ഇഞ്ചെക്ട് ചെയ്യുന്നുണ്ട്. എവിടെയാണ് ഇഞ്ചെക്ട് ചെയ്യുന്നത്? ആമിൻ്റെ ലോവർ പാർട്ടിലായിട്ടാണ് ഇഞ്ചെക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതുവഴിയായിട്ടാണ് നമ്മുടെ ട്യൂബർകുലോസിസ് എഫക്റ്റഡ് ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കുന്നത്. തുടർന്ന് ബോർ കമ്മിറ്റിയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അവർ ഇഷ്യൂ ചെയ്യുന്നത് 1946 ഇതുവഴിയായിട്ട് 2.5 മില്യൺ പേഷ്യൻസ് ട്രീറ്റ്മെൻറ്റ് ആവശ്യമായിട്ടുണ്ട് എന്നുള്ളത് കണ്ടുപിടിച്ചു. നമ്മുടെ ഇന്ത്യയിൽ ഇത്രയധികം പേഷ്യൻസ് ഉണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇവിടെ നമുക്ക് ഉണ്ടായിരുന്നത് വെറും 6000 ബെഡ്സ് മാത്രമാണ്. ഫസ്റ്റ് ഓപ്പൺ എയർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ഐസൊലേഷൻ ആൻഡ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ടി ബി പേഷ്യൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1906 അത് നടക്കുന്നത് ടിലിയോനിയയിലാണ് അണ്ടർ അജ്മീർ ആൻഡ് അൽമോറ ഇൻ ഹിമാലയാസ് ഇൻ 1908. സോ ആൻറ്റി ടി ബി മൂവ്മെൻറ്റ് ഇൻ കൺട്രി മൊമെൻറ്റം, അതായത് അതിന് ശക്തി പ്രാപിക്കുന്നത് ടി ബി അസോസിയേഷൻ ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷമാണ്. അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 1939 നമ്മളിപ്പോൾ തന്നെ ഒരുപാടധികം ഇയേഴ്സ് കണ്ടു അല്ലേ? അപ്പോൾ ഇതൊന്നും കേട്ട് ഒരുപാട് അങ്ങോട്ട് കൺഫ്യൂസ്ഡ് ആവണ്ട. നമുക്ക് ആവശ്യമുള്ള ഇയർ മാത്രം ഒന്ന് ഓർത്ത് വയ്ക്കാനായിട്ട് ശ്രമിക്കുക. അറ്റ്ലീസ്റ്റ് കണ്ടാലെങ്കിലും നമുക്കതൊന്ന് ക്ലിക്ക് ചെയ്യാനായിട്ടും ശരി ഉത്തരത്തിലേക്ക് എത്താനായിട്ടും നമുക്ക് ആവണമല്ലോ. അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും ഇയേഴ്സ് ഉണ്ടെങ്കിൽ കൂടെ അത് പ്രൊവൈഡ് ചെയ്തത്. അപ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും യുണിസെഫും ചേർന്ന് നല്ലൊരു ഇൻട്രസ്റ്റ് എടുത്തിട്ടാണ് BCG വാക്സിൻ മാസമായിട്ട് ലോ കോസ്റ്റിൽ പ്രൊവൈഡ് ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. അത് അവർ തീരുമാനമാക്കിയത് 1951 വെസ്റ്റ് സൈഡിലൊക്കെ, അതായത് നമ്മുടെ വെസ്റ്റ് കൺട്രീസിലൊക്കെ 1940s സ്ട്രെപ്റ്റോമൈസിനും അതുപോലെ പാസിനെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത്. അതിനുശേഷമാണ് തിയഅസറ്റോസോണും അതുപോലെ INH ഒക്കെ ഇൻട്രൊഡ്യൂസ്ഡ് ആവുന്നത്. അപ്പോൾ നാഷണൽ ട്യൂബർക്ലോസിസ് കൺട്രോൾ പ്രോഗ്രാം അഥവാ NTP ഫോർമുലേറ്റ് ചെയ്യപ്പെടുന്നത് 1962 ഇതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഒരു ഫേസ് ആയിട്ടാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തത്. ഇനി ഇതിനകത്ത് എന്തൊക്കെ പാകപ്പിഴകൾ ഉണ്ടായിരുന്നോ അതിനെയൊക്കെ കണ്ടുപിടിച്ചത് 1963 അതിനുശേഷമാണ് റിവൈസ്ഡ് ആയിട്ടുള്ള നാഷണൽ TB കൺട്രോൾ പ്രോഗ്രാം നിലവിൽ വരുന്നത്. അതുവഴിയായിട്ട് ഇവരുടെ ഒരു കമ്മിറ്റ്മെൻറ്റ് ഒക്കെ വഴിയായിട്ടാണ് എൻ്റയർ കൺട്രിയിലും TBയുടെ ഒരു സ്റ്റേറ്റസ് എങ്ങനെയാണ് എന്നൊക്കെ കവറപ്പ് ചെയ്യാനായിട്ട് സാധിച്ചത്. അത് നടത്തിയത് 2005 ഇവർ ഈ ഒരു പരിപാടി ചെയ്യുന്നത്. നാഷണൽ ട്യൂബർക്ലോസിസ് കൺട്രോൾ പ്രൊജക്റ്റ് NTCP കൊണ്ടുവരുന്നത് 50 വർഷത്തിന് മുന്നെയാണ്. അത് പിന്നീട് റീഡിസൈൻ ചെയ്തിട്ടാണ് റിവൈസ്ഡ് NTCP ആയിട്ട് മാറുന്നത്. അത് വരുന്നത് 19 years ago ആണ്. സോ TB അഥവാ ട്യൂബർക്ലോസിസ് എന്ന് പറയുന്നത് ഒരുപാടധികം ഒബ്സ്റ്റാക്കിൾസ് ഫേസ് ചെയ്തുകൊണ്ടാണ് നിലവിൽ വന്നത്. അപ്പോൾ BCG വാക്സിനൊക്കെ ഇൻഎഫക്റ്റീവ് ആയിട്ട് വരേണ്ടി വന്നു ഒരു സ്റ്റേജ് എത്തിയപ്പോഴത്തേനും. അപ്പോൾ ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് അഥവാ HIV വൈറസും നമ്മുടെ ഇന്ത്യയിൽ സ്പ്രെഡ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് തുടങ്ങുന്നത് 1984 അപ്പോൾ ആ ഒരു സമയത്ത് TB എന്ന് പറയുന്നത് ഒരു കോമണസ്റ്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റിക് ഡിസീസ്, അതായത് HIV ഒപ്പം തന്നെ നമുക്ക് TBയും എഫക്റ്റഡ് ആയിട്ട് കാണാനായിട്ട് സാധിച്ചു. മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻസ് ഒക്കെ പ്രിവലൻ്റ് ആയിട്ട് വന്നത് 1992 വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ TBനെ ഒരു ഗ്ലോബൽ എമർജൻസി ആയിട്ട് പ്രഖ്യാപിക്കുന്നത് 1993 ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ഓഫ് RNTCP എന്ന് പറയുന്നത് 85% ട്രീറ്റ്മെൻറ്റും സക്സസ് ആക്കുക എന്നുള്ളതാണ്. പിന്നീട് നമ്മുടെ മരണത്തിൻ്റെ ആ ഒരു നിരക്ക് എന്ന് പറയുന്നത് 90% കുറയ്ക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ RNTCPയുടെ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇനി വേൾഡിൽ നോക്കുകയാണെങ്കിൽ 60% TB കേസസും വന്നുകൊണ്ടിരുന്നത് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ നിന്നും അതുപോലെ വെസ്റ്റേൺ സ്പെസിഫിക് റീജിയൻസിൽ നിന്നൊക്കെയാണ്. ഇന്ത്യയുടെയും ചൈനയുടെയും ഒരു പെർസെൻറ്റേജ് എന്ന് പറയുന്നത് അതിനകത്ത് 40% ആയിരുന്നു. നാഷണൽ TB കൺട്രോൾ പ്രൊജക്റ്റ് NTCP എന്ന് പറയുന്നത് മെയിനായിട്ടും BCG വാക്സിനേഷന് വേണ്ടിയിട്ടും TBയുടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത്. സ്റ്റേറ്റ് ഗവൺമെൻറ്റും അതുപോലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും ഫുൾ പാർട്ട്നേഴ്സ് ആയിട്ടാണ് ഈ ഒരു പ്രോഗ്രാം കൊണ്ടുവന്നത്. ഈ ഒരു പോളിസിയുടെ മെയിൻ എയിം എന്ന് പറയുന്നത് ട്രീറ്റ്മെൻറ്റ് ഫ്രീ ഓഫ് ചാർജിൽ കൊടുക്കുക എന്നുള്ളതാണ്. ഇനി
കീമോ പ്രൊഫൈലാക്സിസ് അഥവാ ഡ്രഗ്സ് വെച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെയധികം ഇംപ്രാക്ടിക്കൽ ആയിരുന്നു. കാരണം ഒരുപാടധികം കേസസ് ടി വിയിൽ റിപ്പോർട്ട് ചെയ്തതായിട്ട് വന്നു. ഇതല്ലാതെ ഇത് നോൺ എസെൻഷ്യലും ആയിരുന്നു. നമുക്ക് ഒരു തരത്തിലും ഈ പറയുന്ന ഡ്രഗ് കൊടുത്തുള്ള ട്രീറ്റ്മെൻറ്റ് ആവശ്യവും വന്നിട്ടില്ല. കാരണം BCG എന്ന് പറയുന്നത് സഫീഷ്യൻ്റ് ആയിരുന്നു നമ്മുടെ ട്യൂബർക്ലോസിസ് ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യാനായിട്ട്. സോ വാക്സിൻ്റെ എഫിഷ്യൻസി ഒക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ലാർജ് ട്രയൽസ് ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ചെങ്കൽപ്പട്ട് ഡിസ്ട്രിക്റ്റിലായിരുന്നു, തമിഴ്നാട്ടിലാണ് ഈ ഒരു മാസീവ് ആയിട്ടുള്ള ട്രയൽസ് നടന്നുകൊണ്ടിരുന്നത്. അത് TB റിസർച്ച് സെൻറ്ററിൻ്റെ അണ്ടറിലായിരുന്നു ഈ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി 1961 ട്രീറ്റ്മെൻറ്റ് ഡെമോൺസ്ട്രേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് അനന്തപൂർ ഡിസ്ട്രിക്റ്റിലാണ്, ആന്ധ്രാപ്രദേശിലാണ് ഈ പറയുന്ന ട്രീറ്റ്മെൻറ്റ് ഡെമോൺസ്ട്രേഷൻ കണ്ടക്ട് ചെയ്തത്. 1993 WHO TBയെ ഒരു ഗ്ലോബൽ എമർജൻസി ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നത്. ഇതുവഴിയായിട്ട് ഡയറക്ട്ലി ഒബ്സർവ്ഡ് ട്രീറ്റ്മെൻറ്റ് ഷോർട്ട് കോഴ്സ് കൊണ്ടുവരാനായിട്ട് തീരുമാനിച്ചു, അതായത് ഡോട്ട്സ് കൊണ്ടുവരാനായിട്ട് തീരുമാനിച്ചു. എല്ലാ കൺട്രീസിലും ഇത് റെക്കമെൻഡ് ചെയ്യപ്പെടുകയും ചെയ്തു. NTCP ഇവാലുവേഷൻ പാർട്ട്നേഴ്സ് ജോയിൻ്റ് ആയിട്ട് ഡിസൈൻ ചെയ്തതാണ് RNTCP എന്ന് പറയുന്നത്. ഇനി RNTCPയുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് 85% ക്യൂർ റേറ്റ് കൊണ്ടുവരിക എന്നുള്ളതാണ്. എമംഗ് ന്യൂസ്മിയർ പോസിറ്റീവ് കേസസിലും ഒക്കെ പൾമണറി TBയുടെ കേസസിലൊക്കെ തന്നെയും ഒരു 85% ക്യൂർ റേറ്റ് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതുകൂടാതെ കേസ് ഡിറ്റക്ഷൻസ് റേറ്റ് എന്ന് പറയുന്നത് 70% എത്തിക്കുക എന്നുള്ളതൊക്കെയായിരുന്നു RNTCPയുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. NTCP എന്ന് പറയുന്നത് വളരെയധികം ഒരു ഹെൽപ്പ് നമ്മുടെ TBയുടെ കേസിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പബ്ലിക്കായിട്ട് അവയർനെസ് കൊടുക്കുന്ന കാര്യത്തിലും അതുപോലെ 446 ഡിസ്ട്രിക്റ്റിൽ TB സെൻറ്റേഴ്സ് കൊണ്ടുവരുന്നതിനും അതുപോലെ 330 TB ക്ലിനിക്കുകൾ കൊണ്ടുവരാനും അതുപോലെ 47,600ഓളം ഹോസ്പിറ്റൽ ബെഡുകൾ TBക്ക് വേണ്ടി തന്നെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടും സാധിച്ചിട്ടുണ്ട്. ഇതുവഴിയായിട്ട് 1.3 മില്യൺ കേസ് ആനുവലായിട്ട് ട്രീറ്റ് ചെയ്യാനും ഇതിന് സാധിച്ചിട്ടുണ്ട്. RNTCP തുടർന്ന് ഒരു DOT+ ട്രീറ്റ്മെൻറ്റ് തന്നെ കൊണ്ടുവരികയാണ് ചെയ്തത്. മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻ്റ് ആയ TBക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു DOT+ ട്രീറ്റ്മെൻറ്റ് കൊണ്ടുവരുന്നത്. എന്താണ് ഈ മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻറ്റ് ട്യൂബർക്ലോസിസ് എന്ന് പറയുന്നത്? മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസ് എന്ന് പറയുന്ന ബാക്ടീരിയ 2 ആൻറ്റി ട്യൂബർക്കുലർ ഡ്രഗ്സിന് എതിരെ റെസിസ്റ്റൻ്റ് ആവുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിനെതിരെ ഇങ്ങനെ വന്ന ഒരു ട്യൂബർക്ലോസിസിനെതിരെയാണ് DOT+ ട്രീറ്റ്മെൻറ്റ് കൊണ്ടുവന്നത്. അപ്പോൾ ഒരുപാടധികം റിപ്പോർട്ട്സ് വരികയാണ് ചെയ്തത്. ഡ്രഗ് റെസിസ്റ്റൻസിന് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാടധികം റിപ്പോർട്ട്സ് വരാനായിട്ട് തുടങ്ങി. അപ്പോൾ ഡ്രഗ് റെസിസ്റ്റൻസ് സർവൈവലൻസ് സർവീസ് വഴിയായിട്ട് അത് കണ്ടക്ട് ചെയ്തത് ഗുജറാത്തിലും മഹാരാഷ്ട്രയിലൊക്കെയാണ്. ഇതുവഴിയായിട്ടാണ് നമുക്ക് ഈ മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻറ്റ് ട്യൂബർക്ലോസിസ് വന്നു എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചത്. ഈ ഒരു സ്റ്റഡീസ് എന്നുള്ള ഡാറ്റയൊക്കെ അനുസരിച്ചിട്ട് മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻറ്റ് ട്യൂബർക്ലോസിസ് ലെവൽ എന്ന് പറയുന്നത് 3% ആയിട്ട് പുതിയ കേസിൽ കാണാനായിട്ട് സാധിച്ചു. 12 മുതൽ 17% റീട്രീറ്റ്മെൻറ്റ് കേസുകളും കാണാനായിട്ട് സാധിച്ചു. ഈ ഇഷ്യൂ അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടി തന്നെയാണ് DOT+ സ്ട്രാറ്റജി കൊണ്ടുവരുന്നത്. സോ DOT+ സ്ട്രാറ്റജി വഴിയായിട്ടാണ് ഇവിടെ ഇൻ്റർമീഡിയറ്റ് റെഫറൻസ് ലബോറട്ടറീസിലൊക്കെ കൾച്ചർ ചെയ്യുകയും അതുപോലെ ഡ്രഗ് സെൻസിറ്റിവിറ്റി ടെസ്റ്റിംഗ് ഒക്കെ ചെയ്യാനായിട്ട് തുടങ്ങിയത്. RNTCPയുടെ ഇനിഷ്യേറ്റ്മെൻ്റ് ആയിരുന്നു ഇത്തരത്തിൽ ഒരു DOT+ സ്ട്രാറ്റജി കൊണ്ടുവരിക എന്നുള്ളത്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്ത പലയധികം ലബോറട്ടറീസ് ഉണ്ട്. നാഷണൽ ലെവൽ ലബോറട്ടറീസ് ആണ് ഇവരൊക്കെ. TRC ചെന്നൈ, അതുപോലെ NTI ബാംഗ്ലൂർ, LRS ഇൻസ്റ്റിറ്റ്യൂട്ട് ന്യൂഡൽഹി, അതുപോലെ ജാൽമ ആഗ്ര, ഇവരൊക്കെ കമ്പൈൻ ചെയ്ത് പ്രവർത്തിച്ചിട്ടാണ് DOT+ സ്ട്രാറ്റജി കൊണ്ടുവരാനായിട്ട് സാധിച്ചത്. അപ്പോൾ ഈ ഒരു MDR-TB അഥവാ മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻറ്റ് TBയുടെ റെക്കഗ്നിഷൻ ചെയ്തത് വഴിയായിട്ട് ഇത് DOT+ സൈറ്റുകളിൽ അവരെ ആ പേഷ്യൻസിനെ ഇനീഷ്യേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുവഴിയായിട്ടൊക്കെയാണ് മെഡിക്കൽ കോളേജ് അതുപോലെ ലാർജ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലൊക്കെ ഇവരെ കെയർ സെൻറ്റേഴ്സ് ആയിട്ട് തീരുമാനിക്കപ്പെടുകയൊക്കെയാണ് ചെയ്തത്. DOT+ സൈറ്റിൽ ക്വാളിഫൈഡ് ഉള്ള സ്റ്റാഫ് അവൈലബിൾ ആയിരുന്നു. പേഷ്യൻസിനെ മാനേജ് ചെയ്യാനായിട്ട് അവർ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഡയറക്ട്ലി ഒബ്സർവ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണ് DOT ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇവിടെ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഫോളോ അപ്പ് ചെയ്യുന്ന പ്രോട്ടോകോൾസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുവഴിയായിട്ടാണ് നമുക്ക് അറ്റ്മോസ്റ്റ് കെയർ ഇവിടെ കൊടുക്കാനായിട്ട് സാധിച്ചത്. 2008 അവസാനം ആയപ്പോഴത്തേനും DOT+ സർവീസസ് ഒക്കെ 7ഓളം സ്റ്റേറ്റ്സിൽ അവൈലബിൾ ആയിരുന്നു. ഗുജറാത്ത് ആയിരുന്നു ഫസ്റ്റ് സ്റ്റേറ്റ് ടു ഇനീഷ്യേറ്റ് DOT+ സർവീസസ് ഇൻ ഓഗസ്റ്റ് 2007. അതിനുശേഷം മഹാരാഷ്ട്ര, അതുപോലെ ആന്ധ്രാപ്രദേശ്, ഹരിയാന, ഡൽഹി, കേരള, വെസ്റ്റ് ബംഗാൾ എന്നീ സ്റ്റേറ്റിലും ഈ പറയുന്ന DOT+ സർവീസസ് കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട്.
കറന്റ് സ്റ്റേറ്റസ് ഓഫ് ടി ബി സിറ്റുവേഷൻ ഇൻ ഇന്ത്യ നമ്മൾ നോക്കുകയാണെങ്കിൽ RNTCP എന്ന് പറയുന്നത് ഹൈ ക്യൂർ റേറ്റ് അച്ചീവ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. വിത്തൗട്ട് ട്രീറ്റ്മെന്റ് തന്നെ കേസ് ഫെറ്റാലിറ്റി എന്ന് പറയുന്നത് 80% റെഡ്യൂസ് ചെയ്യപ്പെടാനായിട്ട് കാണാൻ സാധിച്ചു. അപ്പോൾ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ഓഫ് RNTCP അച്ചീവ് ചെയ്യപ്പെട്ടു എന്ന് തന്നെ പറയാനായിട്ട് സാധിക്കും. എന്നിരുന്നാലും ഇന്ത്യയുടെ പബ്ലിക് ഹെൽത്ത് എമർജൻസിയിൽ TB വളരെയധികം ഇപ്പോഴും ചാലഞ്ചിങ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. WHO എസ്റ്റിമേറ്റ്സ് പ്രകാരം ഇപ്പോഴും ആനുവൽ ആയിട്ട് 2.2 മില്യൺ കേസസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതിനൊരു തരത്തിലുള്ള ഡിക്ലൈനും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ TBയുടെ ഒരു കൺട്രോൾ എന്നുള്ളത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു പോസ്റ്റ് നിങ്ങൾക്ക് തന്ന് ഈ ഒരു ജോലിയുടെ ഇമ്പോർട്ടൻസും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തത് ഒരു ടെസ്റ്റ് യുവർ സെൽഫ് സെക്ഷൻ ആണ്. അപ്പോൾ ഇതുവരെ പറഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ ഒരു സെഷനിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുക. സ്വയം ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സത്യസന്ധമായിട്ട് തന്നെ ഉത്തരങ്ങൾ നിങ്ങൾ കുറിച്ച് വയ്ക്കാനായിട്ടും അതുപോലെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാനായിട്ടും മറക്കരുത്. ആദ്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരമാണ് തരുന്നത്. സ്പിറ്റൻസ് ആർ മാനുഫാക്ചേർഡ് വിത്ത് ഓപ്ഷൻ എ പോളിത്തീൻ, ഓപ്ഷൻ ബി പോളിഎത്തിലിൻ ട്രൈഫാൽത്തേറ്റ്, ഓപ്ഷൻ സി പോളിപ്രോപ്പലിൻ, ഓപ്ഷൻ ഡി പോളികാർബണേറ്റ്സ്. ഓപ്ഷൻ സി പോളിപ്രോപ്പലിൻ ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. കമ്പോണൻസ് ഓഫ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ഡസ് നോട്ട് ഇൻക്ലൂഡ്. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റിലെ കമ്പോണന്റിൽ ഉൾപ്പെടുത്താത്തത് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ റെസ്പിറേറ്റേഴ്സ്, ഓപ്ഷൻ ബി ഫേസ് ഷീൽഡ്സ്, ഓപ്ഷൻ സി ഗൂഗിൾസ്, ഓപ്ഷൻ ഡി ഫിനൈൽ. സോ ഓപ്ഷൻ ഡി ഫിനൈൽ ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ചോദ്യങ്ങളാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ ചോദ്യം, ഡോട്ട് പ്ലസ് ഹാസ് ബീൻ ഇംപ്ലിമെന്റഡ് ഫേസ് വൈസ് ഇൻ ഇന്ത്യ ഇൻ ദ ഇയർ. ഓപ്ഷൻ എ 2007, ഓപ്ഷൻ ബി 2006, ഓപ്ഷൻ സി 2008, ഓപ്ഷൻ ഡി 2009. ശരിയായ ഉത്തരം ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ പറയാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വാക്സിൻ ഈസ് യൂസ്ഡ് അഗെയിൻസ്റ്റ് ട്യൂബർക്ലോസിസ് പ്രിവെൻഷൻ. ട്യൂബർക്ലോസിസ് പ്രിവെൻഷനെതിരെ യൂസ് ചെയ്യുന്ന വാക്സിൻ ഏത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ TT, ഓപ്ഷൻ ബി BCG, ഓപ്ഷൻ സി MMR, ഓപ്ഷൻ ഡി OPV. ഏതാണ് ശരിയായ ഉത്തരം എന്നുള്ളത് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യാം. മൂന്നാമത്തെ ചോദ്യം, അറ്റ് പ്രസന്റ് anti-TB drugs in RNTCP of India is given as. ഓപ്ഷൻ എ daily short course therapy, ഓപ്ഷൻ ബി intermittent short course therapy, ഓപ്ഷൻ സി according to the nutritional status of patients, ഓപ്ഷൻ ഡി all of the above. ശരിയായ ഉത്തരം മറക്കാതെ കമന്റ് ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ 4, Mycobacterium tuberculosis is discovered by. ഓപ്ഷൻ എ ലൂയിസ് പാസ്റ്റർ, ഓപ്ഷൻ ബി റോബർട്ട് കൊച്ച്, ഓപ്ഷൻ സി അലക്സാണ്ടർ ഫ്ലെമിംഗ്, ഓപ്ഷൻ ഡി റോബർട്ട് ഹുക്ക്. അപ്പോൾ ഇപ്പോൾ ഈ ചോദിച്ച 4 ചോദ്യത്തിൻ്റെയും ഉത്തരങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ഉത്തരങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ എക്സാമിനോടടുക്കുന്ന സമയത്ത് നമ്മൾ മോക്ക് ടെസ്റ്റുകളും പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിടുന്ന ക്ലാസ്സുകൾ ശ്രദ്ധയോടെ കാണാനായിട്ടും അത് നന്നായിട്ട് പഠിക്കാനും റിവൈസ് ചെയ്യാനായിട്ടും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തുമ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യാനായിട്ട് മറക്കരുത്. നിങ്ങളുടെ ഡൗട്ട്സും അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഇറ്റ്സ് മി യുവർ ബണ്ണി സൈനിങ് ഓഫ്. താങ്ക് യു.